ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനിയുടെ അരികിലേക്ക് പോയി മൂപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞ് മകളെ പറഞ്ഞയക്കുവാണ് അച്ഛനും അമ്മയും കൂടി. അതിനുശേഷം ആ കിളവന് നല്ല രോഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മുടിഞ്ഞ കാശ് കാരണം നല്ല നല്ല ചികിത്സയൊക്കെ കിട്ടിയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ കിളവനും കിളവിയും ജീവിച്ച അവളുമാരൊക്കെ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കുന്നതെന്ന് രേവതി പറഞ്ഞപ്പോൾ നമ്മുടെ മോളുടെ സമയദോഷം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് വേണു. ഇപ്പം തന്നെ നവ്യയ്ക്ക് വരാനിരുന്ന വിധി വന്നു ചേർന്നത് ദേവയാനിക്കല്ലേ, പിന്നെ അത് പോലീസ് കേസ് ആവാതിരുന്നത് നമ്മുടെ ഭാഗ്യമാണെന്നൊക്കെ പറയുമ്പം വീടിനകത്ത് പോലീസ് കയറിയാലേ അത് വൈറലാകുമെന്നുള്ള കാര്യം ഉറപ്പാ. അത് ഒഴിവാക്കാൻ അവർ കേസ് കൊടുക്കാതിരിക്കുന്നതെന്ന് രേവതി പറഞ്ഞപ്പോൾ എന്തായാലും അമ്മായി അമ്മയെ ഹോസ്പിറ്റലിലാക്കിയത് മരുമകളാണെന്നാണ് ഇപ്പോഴും അമ്മായി അമ്മയുടെ വിശ്വാസം. ആ നിലയ്ക്ക് അവൾക്ക് കൊണ്ടുപോയി സ്വർണം കൊടുത്തത് എന്തായാലും ദേവയാനിക്ക് സഹിക്കാനൊന്നും പോകുന്നില്ല. അവൾ പ്രതികരിക്കും. അതിൻ്റെ പേരിൽ ഒരു ചോദ്യം ചെയ്യൽ എന്തായാലും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ദേവയാനിക്ക് നമ്മുടെ മോള് കരളൊന്നും കൊടുക്കണ്ട, പക്ഷേ ബ്ലഡ് കൊടുക്കാൻ ഒരു ചാൻസ് വന്നപ്പോൾ അത് കൊടുക്കേണ്ടതായിരുന്നു എന്ന് രേവതി പറഞ്ഞപ്പം അന്നേ ഞാൻ പറഞ്ഞതായിരുന്നില്ലേ കൊടുക്കാൻ. അപ്പോൾ അവൾക്കത് പേടിയായിരുന്നു. എങ്കിലേ ദേവയാനി അവളെ കൈവെള്ളയിൽ കൊണ്ട് നടന്നേനേന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ വേണോട്ടെ കൊണ്ട് നടക്കുന്നേ, അതിൽ മാറ്റമൊന്നുമില്ല എന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുക. എങ്കിലും രക്തം കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ പേരിൽ കണക്ക് പറയാമായിരുന്നല്ലോ. ഇപ്പം അത് അവൾ ചെയ്തില്ലല്ലോ. എന്തായാലും അവളുമാരോട് നമ്മളെക്കാളും ദേഷ്യം നമ്മുടെ മോൾക്കുള്ളത് കൊണ്ട് അവൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരുടെ രക്തം തിളപ്പിച്ചോളും, നീ പേടിക്കേണ്ടെന്നും പറഞ്ഞ് നിൽക്കുക വേണം. അങ്ങനെ മരുമകളോടുള്ള അവളുടെ സ്നേഹം കൂടി വരട്ടെ എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞ് ഭാര്യ അവിടെ നിൽക്കുക. രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ ദുഷ്ടതയും പ്ലാൻ ചെയ്ത് നിൽക്കുന്നു. ഈ സമയത്ത് ദേവയാനിയുടെ അടുത്തേക്ക് അമ്മായിമ്മയും മരുമോളും കൂടെ ചെന്നു. ചിരിയൊക്കെ ചിരിച്ച് ചെന്നങ്ങനെ ഇരിക്കുക കേട്ടോ. അനാമികയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുക. അപ്പോൾ ഇപ്പം അനിയുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മോളെ എന്ന് ദേവയാനി ചോദിച്ചപ്പം അനിക്ക് എന്നോടുള്ള ഇഷ്ടക്കുറവ് അതേപടിയുണ്ട്, അതിന് മാറ്റമൊന്നുമില്ല എന്ന് അനാമിക ഈ ദേവയാനിയോട് പറഞ്ഞു. ഇപ്പം അതല്ല ചേച്ചി ഏട്ടത്തി മോളുടെ വിഷമം, അച്ഛനും അമ്മയും കൂടെ ചേർന്ന് വേണ്ടാത്തൊരു പണി കാണിച്ചു ഏട്ടത്തി. അപ്പം അതെന്താ? ഞാനല്ലേ വല്യമ്മേ ഈ വീട്ടിലെ ഇളയ മരുമകള്, എനിക്ക് സ്വർണത്തിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നയനേട്ടത്തെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് വല്യമ്മ സ്വർണം തന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നാലും അത് നയനേട്ടത്തേക്ക് അവകാശപ്പെട്ട സ്വർണമാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ആരാ മോളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അത് മോൾക്ക് അവകാശപ്പെട്ട സ്വർണം തന്നെയാണെന്ന് ദേവയാനി. മോളെ മാത്രമേ ഞാൻ നമ്മുടെ തറവാട്ടിലെ മരുമകളായിട്ട് കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷം കൊണ്ട് ഉള്ളിൽ ചിരിക്കുവാണ് അനാമിക. അപ്പോൾ മോളുടെ നല്ല മനസ്സുകൊണ്ട് ഏട്ടത്തി ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് ജാനകി അന്നേരം ദേവയാനിയോട് പറയുന്നു. ഇവിടെ ഇപ്പം അതൊന്നും അല്ല കാര്യം. ഒരു സ്വർണ്ണച്ചെമ്പ് നിറയെ സ്വർണ്ണമായിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും പോയതെന്ന് അനാമിക പറഞ്ഞപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു ദേവയാനി. നയനേട്ടത്തിയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞപ്പോഴേക്കും അനാമിക ഒരു നോട്ടം. അതെ ഏട്ടത്തി, അനാമികയ്ക്ക് കുന്നോളം സ്വർണ്ണമാണ് കൊണ്ടുപോയി കൊടുത്തത് എന്ന് ഈ ജാനകിയും പറയുക. അപ്പം അച്ഛനും അമ്മയ്ക്കും ഇത് എന്താ പറ്റിയത് ദേവയാനി ചോദിച്ചപ്പം ആര് വീട്ടിൽ നിന്ന് പോയാലും അച്ഛനും അമ്മയ്ക്കും ഒന്നുമില്ല, പക്ഷെ നയനെ അവിടെ വേണം. ഇനി മലയ്ക്ക് പോയിട്ട് ആദർശ് വരുമ്പോൾ അവൾ മടങ്ങി വന്നില്ലെങ്കിലോ, അതുകൊണ്ട് അവളെ സ്വാധീനിക്കാനും കണ്ട് പോയതാണെന്നും പറഞ്ഞ് ജാനകി പറയും കേട്ടോ. എൻ്റെ അച്ഛനോട് പറഞ്ഞ അതേ അളവിലും തൂക്കത്തിലുമുള്ള സ്വർണം അടുത്ത നിമിഷം എനിക്ക് കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് സ്വർണം കൊടുത്തതിൽ എനിക്ക് വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അനാമിക ദേവയാനിയോട് പറയുമ്പോൾ ദേവയാനി ഇങ്ങനെയാണെന്ന് ആലോചിക്കാം. പിന്നെ അങ്ങനെ കൊടുത്തപ്പോൾ അതിലൊരു തരി പൊന്ന് എനിക്കൂടി തരായിരുന്നു, എനിക്ക് അത്രയേ ഉള്ളൂ. പിന്നെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അങ്ങനെ ചെയ്യുമ്പോൾ എന്നെയും മുത്തശ്ശനും മുത്തശ്ശിയും പരിഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കും ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ മോള് വിഷമിക്കേണ്ട, അച്ഛനും അമ്മയും അവൾക്ക് സ്വർണം കൊടുത്ത് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാൻ ഇനിയും മോൾക്ക് സ്വർണം തരുമെന്ന് ദേവയാനി പറയാം. അയ്യോ, സ്വർണം കിട്ടാനൊന്നും വേണ്ടി അല്ല വല്യമ്മേ ഞാൻ അങ്ങനെ പറഞ്ഞത്, അർഹതയില്ലാത്ത ഒരുവളെ അമിതമായി സ്നേഹിക്കുന്നതിൻ്റെ വേദന കൊണ്ട് പറഞ്ഞതാണെന്നും അനാമിക പറയുമ്പോൾ ഇപ്പം അച്ഛനും അമ്മയും സ്വർണം കൊടുക്കേണ്ടിയിരുന്നത് മറ്റാർക്കും ആയിരുന്നില്ല, എന്നെ സഹായിച്ച ആ പെൺകുട്ടിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് മോൾ ഒരുപാട് തവണ പറഞ്ഞിരുന്നു. അപ്പോൾ അതെ വല്യമ്മയ്ക്ക് കരൾ പകുത്തു തന്ന് വല്യമ്മയുടെ ജീവൻ നിലനിർത്തിയത് ആ പെൺകുട്ടിയാണ്. എന്നിട്ട് ആ കുട്ടിയൊന്ന് കാണാൻ ഞങ്ങളെപ്പോലും ആദർശേട്ടനോ വലിയച്ഛനോ അനുവദിച്ചില്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുക ആ കുട്ടിയുടെ അഡ്രസ്സ് കിട്ടുവാണെങ്കിൽ അവിടെ പോയി എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാവുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാണ് അതെന്ന് പറയുക കേട്ടോ ദേവയാനി. അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ സഹായം സ്വീകരിച്ചേനെ എന്നൊക്കെ ദേവയാനി ഇവരോട് പറയുമ്പോൾ പറഞ്ഞിരിക്കുക രണ്ടും കൂടി. എന്തായാലും ആദർശനും ജയേട്ടനും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവരത് സമ്മതിച്ചില്ലെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികൾ വേണം നമ്മുടെ മരുമക്കളായിട്ട് വരാനേട്ടത്തിയെന്ന് ജാനകി
അയ്യോ എന്ന് പറഞ്ഞിരിക്കുക അനാമിക. സ്വന്തം ജീവൻ പോയാലും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കുട്ടികളെ നമുക്ക് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുക അനാമിക. ഇതിപ്പോൾ സ്വർണം പണമൊക്കെ അങ്ങോട്ട് പിടിച്ചു വാങ്ങാൻ അറിയാം, അല്ലാതെ ആരെയും സ്നേഹിക്കാൻ അറിയില്ലെന്നൊക്കെ ജാനകി വന്ന് തട്ടി വിടുക. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിട്ട് മനസ്സുകൊണ്ട് ചിരിക്കുന്നുണ്ടാവും. അവരും അവരുടെ വീട്ടുകാരും അനന്തപുരിക്കാരും മണ്ടന്മാരാണെന്നും പറയുന്നുണ്ടാകുമെന്നൊക്കെ അനാമിക പറഞ്ഞപ്പോൾ അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെയല്ലേ അവിടെയുള്ള ഓരോരുത്തരുടെയും സംസാരവും പെരുമാറ്റവും ഒക്കെയെന്ന് അനാമിക. അപ്പം ഞാനൊന്ന് വരട്ടെ മോളെ, കുറച്ചുകൂടി തറവാടിനെ നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് അനാമികയോട് പറയുക ദേവയാനി. അച്ഛനും അമ്മയും വാർദ്ധക്യത്തിലേക്ക് പോകുന്നത് കൊണ്ട് അവളെപ്പോലെ ഒരു പെൺകുട്ടിയുടെ സഹായം അവരാഗ്രഹിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറയുവാണ്. അതുകൊണ്ട് അവളെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് നിർത്തുന്നതെന്നും. മോള് അച്ഛനും അമ്മയെയും നന്നായി സ്നേഹിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുക എന്ന് ദേവയാനി പറയുക. അപ്പോൾ അവരും മെല്ലെ അവളുടെ മുഖമൊക്കെ മറന്നോളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അനാമിക്ക് ഇങ്ങനെ നിൽക്കുക കേട്ടോ നേരം. എന്നാലും അമ്മയുടെ പഴയ ഫാഷനിലുള്ള സ്വർണ്ണമായിരുന്നു. അച്ഛൻ ഓരോരോ വിശേഷ ദിവസങ്ങളിൽ അമ്മയ്ക്ക് കൊടുത്ത സമ്മാനങ്ങളായിരുന്നു അതല്ല, അതാ ഇപ്പോൾ അവൾക്ക് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ദേവയാനിയുടെ ഉള്ളു കിടന്ന് പിടയ്ക്കുക. അനാമികയ്ക്കാണെങ്കിൽ അതൊക്കെ ഓർത്തിട്ട് കലി വരുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ ഇറങ്ങി വരുമ്പോൾ അഭി കലി കയറി ഇങ്ങനെ അവിടെ നിൽക്കുകയല്ലേ. അപ്പോൾ അഭിയെ കണ്ടു നവ്യ. അവനെ ഒന്നൊന്ന് അടിമുടി നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കാലി തുള്ളി അഭി നവ്യയുടെ അടുത്തേക്ക് ചെല്ലുവാണേ. നീ ഏത് നേരം ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞ് നടന്നോ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലടി. അങ്ങനെ കൊള്ളാത്തത് കൊണ്ടാ ഒരു 1/4 പവൻ സ്വർണം പോലും മുത്തശ്ശനും മുത്തശ്ശിയും മനസ്സറിഞ്ഞ് നിനക്ക് തരാത്തത് എന്ന് നവ്യയോട് അഭി പറഞ്ഞു. അപ്പം നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് നവ്യ ചോദിച്ചേ. അപ്പം നീ ഒന്നും അറിഞ്ഞില്ലല്ലേ എന്ന് അഭി തിരിച്ചും ചോദിച്ചു. ഒരു സ്വർണ്ണച്ചെല്ലത്തിനകത്തെ നിറയെ സ്വർണ്ണമായിട്ടാ മുത്തശ്ശനും മുത്തശ്ശിയും നിന്റെ അനിയത്തെ കാണാൻ പോയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നവ്യ ഇങ്ങനെ നോക്കുക. മുത്തശ്ശി അടക്കി പിടിച്ചിരുന്ന സ്വർണ്ണമാ അതെല്ലാം, അതും നല്ല ഫാഷനിലുള്ള സ്വർണം. അതാ നിന്റെ അനിയത്തിക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു നവ്യ. ആർക്കാണ് നല്ലത്, ആർക്കാ നല്ല കാര്യം? നിനക്ക് നേരത്തെ സ്വർണത്തിനോട് നല്ല കമ്പമായിരുന്നല്ലോ, ഇപ്പം എന്താ അതൊക്കെ കെട്ടുപോയോ എന്ന് ചോദിക്കുമ്പോൾ എടാ സ്വർണത്തെക്കാളും മൂല്യമുണ്ടടാ സ്വന്തം ഭർത്താവിൻ്റെ സ്വഭാവത്തിന്. നിന്റെ സ്വഭാവം ശരിയല്ല എന്ന് അറിഞ്ഞതോടെ എൻ്റെ ഒട്ടുമുഖ്യ മോഹങ്ങളും ഇല്ലാതായടാന്ന് നവ്യ പറയുക. എടി അവളും ഇടിക്കുക, അവളുടെ വീട്ടിൽ പോയി നിന്നാലും ഇവിടുന്ന് സ്വർണ്ണമായിട്ട് അവളുടെ പിന്നാലെ പോകാനേ ഇവിടെ ആളുണ്ട്. അതും ഏതാണ്ട് നല്ല തൂക്കം വരുന്ന സ്വർണ്ണമായിട്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ ഇത് പിടിപ്പിക്കുക. അപ്പോൾ ഏതാണ്ട് 100 പവൻ വരും എല്ലാം കൂടെ എന്ന് പറയുമ്പോൾ നവ്യ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. കാഴ്ചയിൽ കുറവേ തോന്നൂ, പക്ഷേ എല്ലാത്തിനും നല്ല ഭാരമുണ്ടെന്ന് അമ്മ പറഞ്ഞത് എന്ന കാര്യമൊക്കെ പറയുന്നു. നിന്റെ അനിയത്തി പിണങ്ങി പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അവളെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുപോകാനാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനാണിപ്പോൾ ഇങ്ങനെ പോയിരുന്നതെങ്കിൽ നീ എൻ്റെ പിന്നാലെ വരുമോ? വരില്ല. ഞാനൊന്ന് പോകാൻ നീ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാമെന്ന് നവ്യ നേരം പറഞ്ഞു. ഞാൻ പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ നീ എന്നൊക്കെ നവ്യ അവനോട് തിരിച്ചു ചോദിക്കാം. എൻ്റെ ജീവൻ എടുക്കാമെന്ന് കരുതിയിട്ട് ഒരു ദിവസം നീ എന്നെ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ചിട്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും അനുജത്തിയെയും ഒക്കെ ഒരുപാട് സന്തോഷിപ്പിച്ചു നീ. ഇപ്പോഴും അമ്മയ്ക്കറിയില്ല അത് വെറും അഭിനയമായിരുന്നു എന്നുള്ളത്. എടാ ഒന്നിച്ചൊരു മുറിയിൽ കഴിയുമ്പോൾ പോലും ഭർത്താവ് എന്നെയും എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലു എന്നുള്ള ഭയത്തോടു കൂടി വേണം എനിക്ക് ജീവിക്കാമെന്ന് പറഞ്ഞപ്പം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിക്ക് എന്നോട് താല്പര്യമില്ലാതായി പോയതെന്ന് അഭി പറഞ്ഞപ്പം നീ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പിന്നെ ഭയങ്കര താല്പര്യമായിരുന്നല്ലോ എന്ന് അഭി അന്നേരം പറഞ്ഞു വിട്ടു. ഇവൻ ചമ്മി നിൽക്കുക. ഈ വീട്ടിൽ ഒരേ ഒരു കള്ളനേ ഉള്ളൂ, അത് നീയാണെന്ന് ആ മുത്തശ്ശൻ പറയുന്നതെന്നും പിന്നെ ആദ്യമൊക്കെ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, പക്ഷേ ഇപ്പം അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. നീ തന്നെ അത് തെളിയിച്ചും തന്നെന്നും പറഞ്ഞു. പിന്നെ നിന്നെ കമ്പനിയിലെ വെറും ഒരു തൊഴിലാളിയാക്കിയത് നിന്റെ സ്വഭാവം നിന്റെ ഏട്ടന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണെന്നും പറഞ്ഞ് കട്ടുമുടിക്കുന്നവനെ ആരും അത് ഏൽപ്പിക്കില്ലടാന്നും പറയൂ കേട്ടോ. അപ്പോൾ നിന്നോട് സംസാരിക്കാൻ നിന്നാൽ എൻ്റെ സമനില തെറ്റുമെന്ന് അഭി. മിടുക്കികൾ സ്വർണവും പണമൊക്കെ തട്ടിയെടുക്കും. നിന്റെ അനിയത്തിക്ക് മാത്രമല്ല അനാമികയ്ക്കും കൊടുത്തു അമ്മായി ഉരുപ്പടികൾ. നിനക്കെന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു. ഗോവിന്ദൻ്റെ മോള് മാത്രം ഗോപി മരിച്ചില്ല നടന്നോളാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി. ഈ സമയത്ത് നമ്മുടെ നവ്യ അവിടെ നിന്ന് നയനയ്ക്ക് എന്താ പറ്റിയത്? നയനെ ഇങ്ങോട്ടൊന്നും കാണാറില്ല. അവൾക്കു പിന്നാലെ സ്വർണവുമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പോവുകയും ചെയ്തല്ലോ. അപ്പോൾ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ. എന്താ അവിടെ നടക്കുന്നത്? അപ്പോൾ നവ്യക്ക് ഈ സത്യം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നവ്യ തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ നവ്യതേ വീട്ടിലോട്ട് പോവുക. അപ്പോൾ നവ്യ വീട്ടിലേക്ക് ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇറങ്ങി വന്നു. ആഹാ മോളോ, എന്താ മോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പിണങ്ങി വല്ലതും ഒന്നാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അല്ലാന്ന് പറഞ്ഞു നവ്യ.
കണ്ണും ചിപ്പിക്കുന്ന സ്വർണ്ണമാണല്ലോ നയനയ്ക്ക് കിട്ടിയതെന്ന് നവ്യ അച്ഛനോട് പറയാം. പെട്ടെന്ന് അത്രയും സ്വർണം മുത്തച്ഛനും മുത്തശ്ശിയും കൊണ്ടുതരാൻ കാരണം എന്താണെന്ന് അറിയാനാ വന്നതെന്ന് നവ്യ പറയുക. അല്ല, ഇവിടെ വന്ന് നിന്ന് സ്വർണം കിട്ടുമെങ്കിൽ ഞാനും കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാമെന്ന് കരുതിയെന്ന് പറയുമ്പം അങ്ങനെ മോൾ ഇവിടെ വന്ന് നിന്നാൽ സ്വർണ്ണമൊന്നും കിട്ടത്തില്ല എന്ന് ഗോവിന്ദേട്ടൻ പറയാം. ഓ, അച്ഛൻ്റെ രണ്ടാമത്തെ മോളോടാണല്ലോ അവിടെ ഉള്ളവർക്കും ഇവിടെ ഉള്ളവർക്കും സ്നേഹം അത്രയും. നയന പോയ ശേഷം മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര നിരാശയാണെന്നും എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അവളല്ലേ എന്നൊക്കെ നവ്യ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. നയന മോളെ അവർക്കൊക്കെ വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം മോളെ. പിന്നെ ഇപ്പോൾ അവർ സ്വർണ്ണമായിട്ട് വന്നതിന് മറ്റു ചില കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ അതെന്ന് ചോദിച്ചു. അത് മോൾ അകത്ത് എന്ന് ചോദിക്കുക, അപ്പോൾ അവൾ തന്നെ മോളോട് പറയുമെന്ന് പറഞ്ഞു. അവളെന്താ അകത്ത് കിടക്കുകയാണെന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. മോള് ചെല്ലാൻ പറഞ്ഞു. അവൾക്ക് എന്ത് പറ്റി, സുഖമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ നവ്യയെ പറഞ്ഞു വിടുക, അകത്തേക്ക് പറഞ്ഞു വിടുക. അപ്പം നവ്യ ഇങ്ങനെ അകത്തേക്ക് കയറി പോകുന്നതിന് മുമ്പ് എനിക്ക് നേരത്തെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. മോളകത്തേക്ക് കയറി ചെല്ലുന്നു പറഞ്ഞാൽ അച്ഛൻ മോളെ അകത്തേക്ക് പറഞ്ഞു വിട്ടു. നവ്യ കയറി ചെല്ലുമ്പോൾ നയന ഇങ്ങനെ അവിടെ കിടക്കുന്നതാ കാണുന്നത്. നയനെ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് നവ്യ ഞെട്ടി. ആ ചേച്ചിയോ, എന്താ നിനക്കെന്താ മോളെ പറ്റിയെന്ന് ചോദിച്ചു. നീ എന്താ ഇങ്ങനെ കിടക്കണേ, എന്താ കാര്യം എന്ന് നവ്യ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ചെറിയ അവശതയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് മുത്തശ്ശനും മുത്തശ്ശി ഒരുപാട് സ്വർണ്ണമൊക്കെ കൊണ്ടുതന്നെന്ന് ഞാൻ അറിഞ്ഞല്ലോ, അതവിടെ ചർച്ചയായിട്ടുണ്ടെന്ന് നവ്യ നയനയോട് പറയുക. എന്താ മുത്തശ്ശനും മുത്തശ്ശിക്കും പെട്ടെന്നൊരു സ്നേഹം തോന്നാൻ കാരണമെന്ന് ചോദിക്കുമ്പം അല്ല, അവർക്ക് എപ്പോഴും എന്നോട് സ്നേഹം തന്നെയല്ലേ ചേച്ചി എന്ന് നയന ചോദിക്കുമ്പം നയന എന്താ സംഭവിച്ചതെന്ന് നീ പറ, നീ എന്തിനാ ഇങ്ങനെ കിടക്കണേ എന്ന് നവ്യ ചോദിച്ചു. എന്നാൽ പിന്നെ ഞാൻ എഴുന്നേറ്റിരിക്കാവെന്നും പറഞ്ഞുകൊണ്ട് നയന എഴുന്നേക്കാൻ നോക്കുമ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അനിയത്തി അങ്ങനെ ഇരുത്തുക. അപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു ചേച്ചി എനിക്കെന്ന് പറയുമ്പോൾ നവ്യ അന്തം വിട്ട് നോക്കുക. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എനിക്ക് നേരത്തെ മുതൽ ചെറിയ സംശയം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിൻ്റെ അമ്മായിമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം നീ വീട്ടിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. നീയാണോ അവർക്ക് കരൾ ദാനമായിട്ട് കൊടുത്തതെന്ന് നവ്യ നയനയോട് ചോദിക്കുവാണേ. നീ എന്താ എന്നോടൊന്നും പറയാത്ത, എന്തൊന്നും മിണ്ടാത്തേ എന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ചേച്ചിയോട് ഞാൻ എന്തിനാ അത് മറച്ചു വയ്ക്കുന്നതെന്ന് നയന പറയുക. എപ്പോഴായാലും ചേച്ചി ഇത് അറിഞ്ഞല്ലേ പറ്റുമെന്ന്. ചേച്ചിയുടെ സംശയം ശരിയാ, ഞാനാ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കരൾ കൊടുത്തതെന്ന് പറയുമ്പോൾ നവ്യ അന്തം വിട്ടിങ്ങനെ നോക്കുക. നീ എന്ത് പണി കാണിച്ചെന്ന് ചോദിച്ചു. ചേച്ചി അറിഞ്ഞതറിഞ്ഞു, ഇനിയിപ്പോൾ ചേച്ചിയായിട്ട് അവരെ ഇതൊന്നും അറിയിക്കാൻ നിൽക്കണ്ടാട്ടോ എന്ന് പറഞ്ഞു. അതെ, എൻ്റെ അമ്മായിയമ്മയോടും ഹനിയുടെ അമ്മയോടും പിന്നെ അനാമികയോടും വെറുപ്പും ദേഷ്യവും എനിക്ക് തോന്നുകയാണെന്ന് നവ്യ പറയുവാണേ. നീ ഇവിടെ വന്ന് സുഖിക്കുകയാണെന്ന് അവരൊക്കെ പറയുന്നത്. നാണം കെട്ട വർഗങ്ങൾ. നീ കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ അനിയത്തിയെ പിടിച്ചിങ്ങനെ കിടത്തി നവ്യ ഇങ്ങനെ അടുത്തിരിക്കാം. ഇനിയെങ്കിലും നിന്റെ അമ്മായിമ്മ കണ്ണ് തുറക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആരുടെയും കണ്ണ് തുറപ്പിക്കാനൊന്നും വേണ്ടിയല്ല ചേച്ചി ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞു. എങ്കിലും അവരുടെ ജീവൻ ഇപ്പം നിലനിൽക്കുന്നത് തന്നെ നീ കാരണമല്ലേ. അവരെ മരുമകളായി സ്നേഹിക്കുന്ന ഒരുത്തി അവിടെ ഉണ്ടല്ലോ, അവൾക്ക് വേണമെങ്കിൽ ആദർശേട്ടൻ്റെ അമ്മയെ സ്നേഹിക്കാമായിരുന്നല്ലോ, എന്നിട്ട് അവളത് ചെയ്തോ? അപ്പം എല്ലാവരും ഒരുപോലെ ഒന്നും ചിന്തിക്കത്തില്ലല്ലോ ചേച്ചി എന്ന് നേരം നയന. ചിന്തിക്കില്ല, അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അതെല്ലാം പോട്ടെ ചേച്ചി. അഭിയുടെ പെരുമാറ്റത്തിൽ ഇപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നയന ചോദിക്കുമ്പോൾ നവ്യ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. അവൻ ഓരോ ദിവസവും പല സ്വഭാവം കാണിക്കുന്നത്. അവൻ പഴയതിനേക്കാളും മോശമായിക്കൊണ്ടായിരിക്കുന്നത്. പാവ അച്ഛനും അമ്മയും അവൻ എന്നെ സ്നേഹിച്ച് തുടങ്ങി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന കാര്യമൊക്കെ നവ്യ ഇങ്ങനെ പറയുക കേട്ടോ. അന്നത്തെ ദിവസം നിൻ്റെ അമ്മായിമ്മ പാല് കുടിച്ചതും ഹോസ്പിറ്റലിലായതും അതുകൊണ്ട് എനിക്ക് ഉറപ്പാ അവരെൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ വേണ്ടി ആ പാലിൽ എന്തോ ചേർത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കനക ഇത് കേട്ടോണ്ട് വന്നു. ദേ, അതിൽ എൻ്റെ അമ്മായിമ്മയ്ക്ക് അനാമികയ്ക്കൊക്കെ പങ്കുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓഹോ അത് ശരി, അപ്പോൾ നവ്യമോളെ അവനന്ന് കാണിച്ചതൊക്കെ അഭിനയമായിരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കനക ഇങ്ങോട്ട് കയറി വന്നു. അപ്പം മക്കൾക്ക് രണ്ടുപേർക്കും ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ടായിരിക്കും മോളുടെയും അഭിയുടെയും കാര്യം ചോദിക്കുമ്പോൾ മോളുടെ അച്ഛൻ ഇത്രയും സങ്കടമല്ലേ എന്ന് കനക അവനോട് ചോദിക്കുക. അച്ഛൻ അറിയാമായിരുന്നല്ലേ കാര്യങ്ങളൊക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഇഷ്ടക്കേടുണ്ടെന്ന്? അപ്പം അറിയായിരുന്നു അമ്മേ, അച്ഛനെല്ലാം അറിയായിരുന്നു. ദേ നമ്മുടെ മനസ്സെന്താണെന്ന് അവരാരും തിരിച്ചറിയുന്നില്ല. അവരൊക്കെ സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പിന്നാലെ പോവുകയാണെന്ന് നവ്യ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇവള് ഭാഗ്യവതിയല്ലേ അമ്മേ, എല്ലാ അർത്ഥത്തിലും നന്മയുള്ള ഒരാളെ അല്ലേ ഇവൾക്ക് ഭർത്താവായി കിട്ടിയത് എന്ന കാര്യമൊക്കെ ഇങ്ങനെ അന്നേരം നവ്യ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നാൽ അതിന് നേർ വിപരീതമാണ് അഭിയുടെ സ്വഭാവമെന്നും അവൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും ഒരു ചിന്തയില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ആ കുഞ്ഞ് അവൻ്റെ ആണെന്ന് പോലും അവർ സമ്മതിക്കുന്നില്ല. അതാ എൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഗോവിന്ദേട്ട മോളും അഭിയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് ഗോവിന്ദേട്ടൻ അറിയാമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയായിരുന്നു. അതന്ന് മോൾക്ക് പലഹാരമായിട്ട് അനന്തപുരിയിലേക്ക് പോയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് എന്ന് ഗോവിന്ദേട്ടൻ കനകത്തിനോട് പറയാം. പിന്നെ നിന്നെ എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നതെന്ന് കരുതിയാ പറയാതിരുന്നതെന്നും പറഞ്ഞു. അപ്പം നവ്യമോളെ ദേ
മോൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ മോൾ ഇവിടെ നിന്നു, അങ്ങോട്ട് പോകണ്ടെന്ന് അമ്മ പറയാം. സ്വന്തം കുഞ്ഞിനെ തള്ളി പറയുന്നവനോടൊപ്പം എന്തിനാ എൻ്റെ മോള് കഴിയുന്നേ? പിന്നെ അങ്ങനെയുള്ളവനെ ഏത് നിമിഷവും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞാനും പോകണമെന്ന് അവിടെ പലരും ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം അങ്ങനെ പെട്ടെന്ന് നടപ്പിലാക്കി കൊടുക്കില്ല അമ്മേ ഞാൻ. പിന്നെ ഇനി ഞങ്ങൾ രണ്ടാളും അവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഇത് ഇപ്പം കിടക്കുന്നത് കണ്ടില്ലേ? ഇവളെ വെറുക്കുന്ന അമ്മായിയമ്മയ്ക്കാ ഇവള് കരള് കൊടുത്തത്. അങ്ങനെയുള്ളപ്പോൾ മറ്റാരേക്കാളും അവിടെ കഴിയാൻ ഞങ്ങൾക്കാണ് അധികാരമുള്ളത് എന്ന് നവ്യ പറയുവാണ് അച്ഛനോടും അമ്മയോടും. അപ്പം അങ്ങനെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ചേച്ചി ഞാൻ അവരെ സഹായിച്ചത് എന്ന് നയന പറയുമ്പോൾ അത് നിന്റെ നല്ല മനസ്സ് എന്ന് വെച്ച് നമ്മൾ അങ്ങനെ ത്യാഗമൊന്നും ചെയ്യേണ്ട കാര്യമില്ല മോളെ. നമ്മളെ കല്യാണം കഴിച്ചുകൊണ്ട് ചെന്ന വീടാ അത്. അവിടെ നമുക്കും ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. അത് ഇല്ലെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആര് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണ്ടെന്ന് നവ്യ പറയുക. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ നിന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ ഈ ദേവയാനി പിശാചിനെ കാണാൻ വേണ്ടി ആദർശ് കയറി വരുന്നു. ആദർശ് കയറി വന്നപ്പോൾ വലിയ ഇത് കാണിച്ചിങ്ങനെ കിടക്കും. അപ്പോൾ ആദർശ് ചോദിച്ചു, അമ്മയ്ക്ക് എന്താ ഒരു വിഷമം പോലെ, എന്തോ പറ്റിയെന്ന് ചോദിച്ചു. നിന്റെ മുത്തശ്ശിയുടെ സ്വർണം ഞാൻ കൊതിച്ച സ്വർണമാണെന്നും അതുപോലെയുള്ള ഫാഷനൊന്നും ഇപ്പം കിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ തന്നെ കാര്യം എങ്ങോട്ടാണ് വരുന്നതെന്ന് ആദർശന് മനസ്സിലായി. നീ എപ്പോഴും പുകഴ്ത്തുന്ന നിൻ്റെ ഭാര്യയ്ക്ക് പോലും അതുപോലൊരു ഡിസൈൻ ചെയ്യാൻ പറ്റില്ലെന്നും ആ സ്വർണ്ണമാണ് അച്ഛനും അമ്മയ്ക്കും കൂടെ ചേർന്ന് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്ന് ദേവയാനി ആദർശനോട് പറയണം. അവരൊക്കെ അവളെ ഇങ്ങനെ സ്നേഹിക്കാനുള്ള കാരണം എന്താ എന്ന് ദേവയാനി ആദർശനോട് ചോദിക്കുന്നു കേട്ടോ. അനാമികയ്ക്ക് ഞാൻ സ്വർണം കൊടുത്തപ്പോൾ അത് ഇഷ്ടപ്പെടാതെ അന്ന് അമ്മ അവൾക്ക് കുറേ സ്വർണം കൊടുത്തിരുന്നതാണല്ലോ, അത് പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ കൂടുതൽ സ്വർണമൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും തീരുമാനമല്ലേ, അതിനെ എനിക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ എന്ന് ആദർശ് പറഞ്ഞു ദേവയാനിയോട്. അച്ഛനും അമ്മയും ചെയ്യുന്നതിന് വീട്ടിൽ ആരും എതിർത്ത് സംസാരിക്കില്ല. എങ്കിലും എന്തിൻ്റെ പേരിൽ അവളെ ഇങ്ങനെ സഹായിക്കുന്നുവെന്ന് ഞാൻ ചോദിക്കുന്നേ. ആ സ്വർണ്ണമെല്ലാം എന്നെ സഹായിച്ച പെൺകുട്ടികൾക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എങ്കിൽ പുണ്യം കിട്ടിയനെ എന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അല്ലാത്തൊരിതിൽ നിൽക്കുക. പിന്നെ ഇവിടെ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് കൊണ്ടാണ് ഈ പാരിതോഷികമൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ ദേവയാനി ആദർശനോട് ചോദിക്കുക. അവൾക്ക് സ്വർണം കൊടുത്ത് അവളുടെ മനസ്സ് തണുപ്പിച്ചില്ലെങ്കിൽ അവൾ തിരികെ വരില്ലായിരുന്നു, ഭയം വല്ലതും ഉണ്ടോ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്ന് ചോദിച്ചപ്പം അങ്ങനെ അവൾ തിരികെ വരാതെ ഒന്നും ഇരിക്കത്തില്ല നോർത്തമ്മ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. വരാതിരുന്നാലും കുഴപ്പമില്ല, വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോഴാ ലോകത്ത് ആരും ചെയ്യാത്തതൊക്കെ അച്ഛനും അമ്മയും കൂടെ ചെയ്യുന്നതെന്ന് ദേവയാനി പറഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും എന്നും സത്യത്തിൻ്റെ ഭാഗത്ത് മാത്രം നിൽക്കുകയുള്ളൂ, ശരിയെന്ന് തോന്നുന്നത് മാത്രമേ അവർ ചെയ്യാറുള്ളൂ. അപ്പം ഇപ്പം അവർ ചെയ്തത് ശരിയാണോ, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ആദർശന് ദേഷ്യം വന്നിട്ട് പാടില്ല, ദേഷ്യം ഒടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ഓ നിനക്ക് തോന്നുമല്ലോ, നിന്റെ ഭാര്യയ്ക്കല്ലേ സ്വർണ്ണമൊക്കെ കിട്ടിയത്, അപ്പോൾ പിന്നെ നിനക്ക് തോന്നാതെ എന്താന്ന് ചോദിച്ചപ്പം സ്വർണം കണ്ട് കൊതി തീർന്നവരാ നമ്മൾ, അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് സ്വർണം കിട്ടിയെന്ന് കരുതി ഞാൻ സന്തോഷിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും അവളെയും അവളുടെ കുടുംബത്തെയും കൈയഴിച്ച് സഹായിക്കുന്നുണ്ടല്ലോ. എന്താ ഇത് അവൾക്ക് കൊടുത്തതാണോ അതോ അവളുടെ അനിയത്തിക്ക് കൊടുത്തതാണോ? അപ്പം അമ്മയെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ആദർശ്. അല്ല അനിയെ കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇനി നല്ല ബന്ധമൊക്കെ കിട്ടണമല്ലോ, അതിനുവേണ്ടി സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി കൊടുത്തതാണോ ഞാൻ ചോദിച്ചത്. അപ്പം അവർ സ്വർണ്ണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നോട് പോലും പറയാതെയാ മുത്തശ്ശനും മുത്തശ്ശിയും ഇത് ചെയ്തിരിക്കുന്നതെന്ന് ആദർശ നേരം പറഞ്ഞു. നല്ല ചുട്ട മറുപടി കൊടുക്കുക ദേവയാനിക്ക്. ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോൾ അത് മുത്തശ്ശിയോട് ചോദിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ അച്ഛൻ്റെ മുഖത്ത് നോക്കിയെന്ന് ദേവയാനി. അതിനൊക്കെ അച്ഛന് ന്യായീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ദേവയാനി ഇങ്ങനെ അവിടെ ഇരുന്ന് പറയാം. എന്തായാലും വീട്ടിലെ ഇളയ മരുമകൾ അനാമികയാണെന്നും അങ്ങനെയുള്ളപ്പോൾ ഒരു കാരണവശാലും അവൾ കാണുക അച്ഛനും അമ്മയും നിന്റെ ഭാര്യയ്ക്ക് സ്വർണം കൊണ്ടുപോയി കൊടുത്തത് ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുന്നു മകൻ. അതൊക്കെ വിറ്റ് അവർ കാശാക്കുമെന്നും അങ്ങനെ ഗോവിന്ദൻ്റെ കടമൊക്കെ തീരട്ടെ എന്ന് പറയുമ്പോൾ നമ്മളിനി എന്ത് കൊടുത്താലും നയനയോടും നയനയുടെ വീട്ടുകാരോടുള്ള കടം അത് തീരില്ല അമ്മേ എന്ന് പറയുന്നു നമ്മുടെ ആദർശ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മുടെ ദേവയാനി ചോദിച്ചപ്പോൾ അറിയേണ്ട സമയത്ത് അമ്മ അത് അറിഞ്ഞോളും എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചത്. ദേവയാനിയുടെ വായിൽ നിന്ന് വീഴുന്ന അഹങ്കാര വർത്തമാനങ്ങൾ കേട്ട് മടുത്തിട്ടാണ് ആദർശ് അത് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.